ഞാനിങ്ങനെ സബിനോട് ഇങ്ങനെ എപ്പം പറയും, നിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ട് പറയും. നമ്മളിങ്ങനെ ഞാൻ വരുന്ന സമയത്ത് നിൻ്റെ ഒരു പ്രായവും നീ ആ കോളേജിൽ പോകുന്ന സമയം അതെല്ലാം നമ്മളിപ്പോൾ ഓർക്കാൻ വേണ്ടി പറയുന്നത്. നീ UK പോകുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പേടി എന്ന് പറഞ്ഞാൽ ആ തണുപ്പ് എനിക്ക് എങ്ങനെ എനിക്ക് താങ്ങാൻ വേണ്ടി പറ്റുമെന്നില്ല. ഹാപ്പി മാരീഡ് ലൈഫ്, എല്ലാവിധ ആശംസകളും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടി സാധിക്കട്ടെ. എന്നുകൊണ്ട് ഒരു വീട് നിറച്ചും കുട്ടികളൊക്കെ ആയിട്ടില്ല. കാണാത്തൊരു വെറൈറ്റി കളറല്ല. മാട്രിമോണിയ ത്രൂ ആണ് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ രണ്ടു വീട്ടുകാരും പക്ഷെ അതിന് ശേഷം പിന്നെ ഇവർ നമ്മളോടൊന്നും പറയാണ്ട് ഇവരൊപ്പം കാണലായി. നമ്മളോട് പറയുമ്പോൾ കാണലൊന്നുമില്ല എന്ന് പറയും, പക്ഷെ ഇവര് പിന്നെ ഇടക്കിടയ്ക്ക് പോയിട്ട് കാണില്ല. മറ്റ് 2 മണിക്കൂർ കൊണ്ട് ഒരുപാട് ദൂരാന്ന് പോകാന്നെല്ലാം പറഞ്ഞവനാ. പിന്നെ ലീവ് കിട്ടുമ്പോ എല്ലാം അങ്ങോട്ട് ഓടി പോകുന്ന അവസ്ഥയായി. അവളെ കാണാൻ വേണ്ടി പോകുന്നില്ല, സ്ഥലം അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെ പോന്നു. അപമാനിച്ചു കഴിഞ്ഞു. மீண்டும் மீண்டும் சாரல் போலவே தோன்றும் நேரம் புது உலகமாகவே நம்மை எங்கென்றாலும் கூட்டி செல்லும் காதலே புவியினிலே உயிர் தொடர செய்து நீங்காமல் இமை பொழுதும் நம்மை இயக்கும் இந்த காதலே தனித்தனியாய் நம்மை பிரித்து வைத்து பாராமல் ஓருயிராய் நம்மை இணைக்கும் இந்த காதலே அகிலமெல்லாம் சுழற்ற வைக்கும் காதலே யாதையுமே ஈர்த்து வெல்லும் காதல் படர்ந்திடும் வேர் கூட மண் மீது காதல்